ഹായ് ഡിയർ, ഞാനൊരു പ്രത്യേക കാര്യം പറയാൻ വേണ്ടിയാണ് ഇപ്പോൾ വീഡിയോ ഇടുന്നത്. ഞങ്ങളുടെ അയലോകത്തുള്ളൊരു ആൾക്കാർ കുറേ തടിയന്മാരെല്ലാവരും കൂടി എൻ്റെ മോനെ തല്ലിപ്പൊടിയാക്കി. എല്ലാവരും കൂടി കുറേ പേരുണ്ട്, അവരെല്ലാവരും കൂടി തല്ലിപ്പൊടിയാക്കി. അപ്പോൾ ഞങ്ങളിപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകാൻ വേണ്ടി പോവുകയാണ്. അവന് തീരെ വയ്യ, അവൻ്റെ തലയ്ക്കൊക്കെ അടി കിട്ടിയിട്ടുണ്ട്, മുതുകിനിട്ടൊക്കെ അടി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും കൂടി തല്ലിപ്പൊടിയാക്കി. ഞാൻ കണ്ടുകൊണ്ട് നിൽക്കുക. എനിക്കിട്ടും കുറേ അടി കിട്ടി. ഹസ്ബൻഡിനെ അടിച്ചിട്ട് നെറ്റിയൊക്കെ പൊട്ടിയിട്ടുണ്ട്, അടിച്ച് പൊടിയാക്കിയിട്ടുണ്ട്. എന്തായാലും കുറേ അവർ ഒരു 5-8 പേരുണ്ടായിരുന്നു. നമ്മൾ 3 പേരേ ഉള്ളൂ. ബാക്കി നാട്ടുകാരൊക്കെ നമ്മുടെ ഭാഗത്താണ് നിൽക്കുന്നത്. കൊച്ചിനെ അടിക്കുന്നത് കണ്ടിട്ട് അവരെല്ലാവരും പിടിച്ച് മാറ്റാൻ ശ്രമിക്കുന്നു. പക്ഷേ ഇവർ പിന്നെയും അവരെ അടിച്ചുകൊണ്ടിരിക്കുക. കൊച്ചിനെ അടിച്ച് കണ്ടുകൊണ്ട് നിൽക്കുക. എനിക്ക് കണ്ടു നിൽക്കാനുള്ള ശക്തി ഇല്ലായിരുന്നു. അതുകൊണ്ട് അവരിവിടെ സോൾവ് ആക്കാൻ പറയുക, പ്രശ്നമൊന്നും ആക്കരുതെന്ന് പറഞ്ഞ് സോൾവ് ആക്കാൻ പറഞ്ഞുകൊണ്ട് വന്നിരിക്കുക. ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഞങ്ങൾ പോലീസിൽ പരാതി കൊടുത്താലെന്നൊക്കെ ആലോചിച്ചിരിക്കുന്നുണ്ട്. എൻ്റെ കൊച്ചിന് തീരെ വയ്യ, തലയ്ക്കൊക്കെ വേദനയുണ്ട്. അപ്പം തലയ്ക്ക് വേദനയായിട്ട് ഞങ്ങളൊന്ന് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിരിക്കുവാണ്. അവരെ മുതുകിട്ട് കുറേ അടി കിട്ടി. നമ്മുടെ തൊട്ട് മേലെയുള്ള ആൾക്കാരാണ്. അവരോട് നമ്മളൊരു ഇതിലും നിൽക്കുന്നില്ല. നമ്മൾ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ആൾക്കാരാണ്. എന്നിട്ടാണ് അവർ വന്നിട്ട് നമ്മളെ മോനെയാണ് അടിച്ചത്, പൊടിയാക്കിയത്. അപ്പനിട്ട് തല്ല് കിട്ടിയപ്പോൾ അവൻ ചോദിക്കാൻ ചെന്നു, ആരാ എൻ്റെ അപ്പനെ അടിച്ചെന്ന് ചോദിക്കാൻ ചെന്നതിനാണ് അവരെല്ലാവരും കൂടി ആ കൊച്ചിനിട്ട് അടിച്ചത്. ഞാനിങ്ങനെ അടിയൊക്കെ കേൾക്കുന്നത് ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ ഞാൻ കണ്ടേക്കുന്ന വീഡിയോയിലൊക്കെ കണ്ടേക്കുന്ന ഒരാളെ തന്നെ എല്ലാവരും കൂടി അടിക്കുന്നത് കണ്ടു നിൽക്കാനായില്ല. ഞാൻ എന്ത് ചെയ്യുന്നത് എനിക്ക് അറിയത്തില്ല. എനിക്കിട്ടും അടി കിട്ടി. എനിക്ക് അടി കിട്ടിയത് പോട്ടെ, പൊടിച്ചക്കന്മാരാണ് ഈ കൊച്ചിന് 3-4 പേര് കൂടിയിട്ട് അടി കൂടുന്നത്. എനിക്ക് സഹിക്കാൻ കഴിഞ്ഞു.